ഗണേഷ് യുവമോർച്ചയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഗണേഷ്, ആദായ നികുതി ഇളവ്, സ്ലാബിൽ ഇളവ് വന്നത് അത് വളരെ ഗുണപ്രദമായ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെ യുവാക്കൾക്കും കാർഷിക മേഖലയ്ക്കുമൊക്കെ മത്സ്യരംഗത്തിനുമൊക്കെ കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നു. റെയിൽവേ വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നു. നഗരവികസനത്തിന് കൂടുതൽ വകയിരുത്തിയിരിക്കുന്നു. എന്താണ് താങ്കൾ ഈ ബജറ്റ് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്? എന്താണ് ഈ ബജറ്റ് വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. എല്ലാ മേഖലകളിലും നമുക്ക് അത് സർവസ്പർശിയായിട്ടുള്ള, നിർമ്മലാ സീതാരാമന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ സർവസ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്നുണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കം മുതൽ 2014 അവതരിപ്പിക്കപ്പെട്ട ബജറ്റ് മുതൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്, സൗജന്യങ്ങൾ വാരി വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ സൗജന്യങ്ങളിലൂടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു ബജറ്റ് ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിലും നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ, ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ അങ്ങനെ അത്തരത്തിലുള്ള അതായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു വലിയ സാമ്പത്തികമായി വലിയ ക്ഷീണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ആ സാമ്പത്തികമായി മറ്റുള്ള സാമ്പത്തിക ശക്തികളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഇന്ത്യ പോലൊരു രാജ്യം അതിനെ ചെറുത്തു തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ വിശാലമായിട്ടുള്ള സാമ്പത്തിക വീക്ഷണം തന്നെയാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞ കാര്യം, ഇന്ത്യ ലോകത്തിലെ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നത് വലിയ തോതിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോ മേഖലയിലും നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നികുതി ഇളവിന്റെ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. റെയിൽവേ വികസനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ റെയിൽവേയുടെ വികസനത്തിനു വേണ്ടിയിട്ട്, റെയിൽവേയുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ട് ഒരു ബജറ്റിൽ തുക അനുവദിക്കുന്നത് എന്നത് പോലും വലിയ തോതിൽ റെയിൽവേ വികസനം. കാരണം അതിവേഗ റെയിൽവേ ലൈനുകൾ കടന്നു വരുന്നു, റെയിൽവേയുടെ സുരക്ഷിതമായിട്ടുള്ള യാത്രകള്, അതിലൂടെ സാമ്പത്തികമായി വർധനവുണ്ട്, റെയിൽവേയെ സാമ്പത്തികമായി വിജയിപ്പിക്കുക എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു ഇടപെടലുകൾ ഈ റെയിൽവേ ബജറ്റ്, ഈ റെയിൽവേയുടെ നീക്കിയിരിപ്പിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഉൾപ്പെടെയുള്ള വലിയ തോതിൽ, ഞാൻ അതിന്റെ എണ്ണം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വലിയ തോതിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ബജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രഖ്യാപിച്ചതിൽ നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ ഏകലവ്യ സ്കൂളുകളുടെ പ്രഖ്യാപനങ്ങൾ, 217 നേഴ്സിംഗ് കോളേജ്, പുതിയ നേഴ്സിംഗ് കോളേജുകൾ. കാരണം എങ്ങോട്ടാണ് ലോകം മുഴുവൻ, ആ മേഖലകളിൽ എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് എന്നതിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് നേഴ്സിംഗ് മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരോഗ്യ മേഖലയിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ 7 കാര്യങ്ങൾ, 7 സർവ്വതായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ട് യുവാക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. കാരണം യുവാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറുന്നു എന്നത് തന്നെയാണ്. യുവാക്കളുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം, അതായിരിക്കണം ഈ സർക്കാരിന്റെ ലക്ഷ്യം, അത് തന്നെയായിരിക്കണം ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയാണ്. ശ്രീ ഗണേഷ്, ഈ ബജറ്റ് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ആമുഖമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ തികച്ചും ആകർഷണീയമായ വാഗ്ദാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കുറച്ച് മുൻപ് നമ്മളോട് സംസാരിച്ച മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ ഏതെങ്കിലും ഒരു ഗുണം മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ലഭിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഇക്കുറി 6000 കോടി പ്രഖ്യാപിക്കുമ്പോഴും അത് ഇത്തരത്തിൽ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ വിലയിരുത്തുന്നില്ല. അപ്പോൾ ഇത് ആകർഷകമായ വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് അടുത്ത 1 വർഷം കൊണ്ട് ഇതൊക്കെ നടപ്പിൽ വരും എന്നൊരു പ്രത്യാശ അങ്ങേക്കുണ്ടോ? അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ മത്സ്യ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെ ഈ സർക്കാരല്ലേ കൊണ്ടുവന്നത്.
മത്സ്യമേഖലയെ പ്രത്യേകം കാർഷിക വകുപ്പിൽ ഉണ്ടായിരുന്ന ഒരു മത്സ്യമേഖലയെ അതൊരു പ്രത്യേക വകുപ്പാക്കി തന്നെ മാറ്റിയെടുത്തത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ? ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ സർക്കാർ അല്ലേ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്? അവർക്ക് ഈ വർഷം തന്നെ 6000 കോടി രൂപയുടെ ബജറ്റ് വിഹിതം ഈ സർക്കാർ കൊടുത്തില്ലേ? അപ്പൊ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനം ആണ് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു അവർക്ക് ആ മത്സ്യ മേഖലയ്ക്ക് കാരണം ഇന്ത്യ പോലെയുള്ള വലിയ തീരദേശ മേഖല മത്സ്യ സമ്പത്തുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ആ ഭാഗത്തെ ഉൾക്കൊള്ളണം എന്നത് തന്നെയായിരുന്നു ആ കാർഷിക വകുപ്പിൽ നിന്ന് പ്രത്യേകം തന്നെ മത്സ്യ വകുപ്പിനെ എടുത്ത് പ്രത്യേക വകുപ്പാക്കി അതിന് പ്രത്യേക മന്ത്രി തന്നെ കൊടുത്ത് തീരുമാനിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട്, ധീരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെ അംഗീകരിക്കുന്നതിന് പകരം വെറും രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കണം, എന്തെങ്കിലും ഉന്നയിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ തീരദേശ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ മുന്നേറ്റം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഗുജറാത്ത് മുതൽ കേരളം വരെയും, കേരളത്തിന്റെ കന്യാകുമാരി മുതൽ ഈ ഭാഗത്ത് ബംഗാൾ വരെയും വരുന്ന വലിയ തീരദേശ മേഖലയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് കാണാൻ സാധിക്കും. ശ്രീ ഗണേഷ്, മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേകമായി എന്തുണ്ട് എന്ന ചോദ്യത്തിന് എന്താണ് താങ്കളുടെ ഉത്തരം? ഇപ്പോൾ ആദായ നികുതി സ്ലാബിൽ ഇളവൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഫലം കേരളത്തിലുള്ളവർക്കും കിട്ടും, ഉറപ്പാണ്. മറ്റു മേഖലകളിൽ, കാർഷിക മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ, ഇടത്തരം സംരംഭകത്വത്തിൽ ഒക്കെ അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുമായിരിക്കാം. പക്ഷെ കേരളത്തിന് പ്രത്യേകമായി എന്തുണ്ട് എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? അല്ല, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ പ്രധാനമായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് കടമെടുപ്പ് പരിധി കൂട്ടുക എന്നത് തന്നെയായിരുന്നു. അത് ഈ സർക്കാർ വളരെ ഭംഗിയായിട്ട് അവർക്ക് പലിശരഹിത കടമെടുപ്പിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്ത നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അത് വലിയ ഒരു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് വലിയ പരാധീനതകൾ, ശമ്പളവും പെൻഷനും പോലും കൊടുക്കുവാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തിന്, കേരളം പോലുള്ള സംസ്ഥാനത്തിന് വലിയ ഒരു എന്താ പറയാ നേട്ടം തന്നെയാണ് എന്ന് തന്നെയാണ്. പിന്നെ ഞാൻ ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കേരളം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ റെയിൽവേ വികസനം വലിയ തോതിൽ കേരളത്തിന് കേരളത്തിന് ഗുണം ചെയ്യും. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ, നിരവധി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ, ഏകലവ്യ സ്കൂളുകൾ അനുവദിക്കുന്നതിൽ കാര്യത്തിൽ ഒക്കെ കേരളവും കൂടി ഉൾപ്പെടുന്ന മേഖലകൾ തന്നെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു കാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിലൊക്കെ നമുക്ക് വലിയ തോതിൽ കേരളത്തിനും കൂടി ഈ കാര്യങ്ങൾ ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. കാരണം കൂടുതൽ ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിനും വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടമെടുപ്പ്, അത് പലിശരഹിതമായിട്ടുള്ള കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചത്, അത് ഒരു വലിയ നേട്ടമായിട്ട് ഈ സംസ്ഥാന സർക്കാർ കേരളത്തിനെ ഈ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഒരു സംശയം ശ്രീ ഗണേഷ്, ഒരു സംശയമുള്ളത്, അതായത് ഇടത്തരക്കാർക്ക് അനുകൂലമായ ഒരു ബജറ്റ്, അത്തരം സൂചന നേരത്തെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻകം ടാക്സ്, ആദായ നികുതിയിൽ ആ പരിധിയിൽ ഉള്ള വർധന ഉണ്ടാകുന്നത്, അതുപോലെ ആ സ്ലാബുകളിൽ മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ അത് സ്വാഭാവികമായും അങ്ങനെ അത്തരം ഒരു സ്ലാബ് പരിഷ്കരണം ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരെ, അവരുടെ ജീവിതത്തെ അല്ലേ ബാധിക്കുക? നമുക്ക് എവിടെയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക എന്ന് അങ്ങ് കരുതുന്നു? അല്ല, ഈ ഇന്ത്യ പോലുള്ളൊരു രാജ്യം നമുക്കറിയാം, ഇടത്തരക്കാരെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യം. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ ഇടത്തരം സമൂഹത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സമൂഹത്തിന് ആത്മവിശ്വാസം പകരേണ്ടത് ഒരു സർക്കാരിന്റെ കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു കടമ പ്രത്യേകിച്ച് ഇടത്തരം ആളുകൾക്ക്
ഈ നമ്മുടെ നികുതി ഘടനയിലൊക്കെയുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ സഹായം ചെയ്യും. അത് വലിയ തോതിൽ സാമ്പത്തികപരമായിട്ട് ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ വലിയ തോതിൽ സഹായിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ തോതിൽ അതൊരു ഗുണം ചെയ്യും, ഇന്ത്യ സർക്കാരിന് വലിയ തോതിൽ ഗുണം ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ ആദായ നികുതി ഇളവ് 7 ലക്ഷമാക്കി പുതിയ നികുതി വ്യവസ്ഥയിൽ ചേർന്നവർക്ക് മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ടത് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കോവിഡിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആദായ നികുതി ഇളവ് പരിധി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഇടത്തരം ആളുകൾക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ അവർ തന്നെയാണ്. അത് വലിയ തോതിൽ ഇന്ത്യയെ സാമ്പത്തികപരമായി വലിയ നേട്ടം കൈവരിക്കുന്നതിന് സഹായിക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും ഗണേശൻ അങ്ങേലേക്ക് വരുന്നു. ഫിജി, ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാനുള്ളത് കൊണ്ട് നേരത്തെ നമ്മൾ ഈ ഡിഫൻസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പറഞ്ഞിരുന്നുള്ളൂ. ശ്രീ PCസിലേക്ക് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ബജറ്റിൽ ഡിഫൻസിനെ കുറിച്ച് എത്ര രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വ്യക്തത, ഏറ്റവും കൂടുതൽ തുക ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് തന്നെയാണ്, പ്രതിരോധ മേഖലയ്ക്ക് തന്നെയാണ്. 5.94 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ഈ ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. അതേസമയം റോഡ് ട്രാൻസ്പോർട്ട്, റോഡ് ഗതാഗതം, അതുപോലെ ഹൈവേ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തുക. അത് 2,70,000 കോടി രൂപയാണ്. അതിനും തൊട്ടു താഴെയാണ് റെയിൽവേ വികസനത്തിനായി 2,42,000 കോടി രൂപ. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഭക്ഷ്യമേഖലയ്ക്ക് വേണ്ടി 2.06 ലക്ഷം കോടി രൂപ. അതുപോലെ ഹോം അഫയേഴ്സ്, ആഭ്യന്തര വകുപ്പിന് 1,96 ലക്ഷം രൂപ വകയിരുത്തുന്നു. അതുപോലെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അത്തരത്തിൽ ആ ഒരു മേഖലയിലേക്ക് 1,78 കോടി രൂപ. അതെ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം 1,60,000 കോടി രൂപ. ആ നിലയ്ക്കൊക്കെയാണ് ബജറ്റ് ഇപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഏറ്റവും കൂടുതൽ തുക മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്, പ്രതിരോധ വകുപ്പിന് തന്നെ വകയിരുത്തിയിരിക്കുന്നത്. തൊട്ടു താഴെ സാധാരണക്കാരുടെ പൊതുഗതാഗത സംവിധാനമായ റോഡ് ട്രാൻസ്പോർട്ടും ഹൈവേയും, അതിന് തൊട്ടു താഴെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക 2,40,000 കോടി. അത് 2013-14 ബജറ്റിൽ 24,000 കോടിയാണ് എന്ന് ഓർക്കണം. അതായത് 10 വർഷം കൊണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ബജറ്റിൽ വകയിരുത്തുന്ന തുകയുടെ ആ തുക 10 ഇരട്ടിയാകുന്നു എന്നുള്ളതാണ്. 24,000 കോടിയിൽ നിന്ന് 2,40,000 കോടിയിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗണേഷ്, സ്വാഭാവികമായും ഈ ബജറ്റിനെ ആകർഷകമാക്കുന്നത് ഇത്തരം ജനകീയ പ്രഖ്യാപനങ്ങളാണ് എന്ന് തന്നെയാണോ, അതോ അതിനപ്പുറം അങ്ങക്ക് ഈ ബജറ്റിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, അദ്ദേഹത്തോട് തുടരാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അദ്ദേഹത്തെ വിട്ടു എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി എന്നുള്ളതാണ്. അല്പസമയത്തിനകം മറ്റതിഥികളിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 47 ലക്ഷം യുവാക്കൾക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്ന നാഷണൽ അപ്രന്റീസ് പ്രൊമോഷൻ സ്കീം പ്രഖ്യാപിക്കുന്നു എന്നത് ഈ ബജറ്റിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒന്നാണ്. ക്ഷമിക്കണം, യുവാക്കൾക്ക് സ്റ്റൈപ്പൻഡ് തുക നേരിട്ട് അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ബജറ്റിലാണ് ഇക്കാര്യം പരാമർശിച്ചത്. രാജ്യത്ത് പുതുതായി 157 നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിക്കുന്നു. 2014 മുതൽ പ്രവർത്തനം ആരംഭിച്ച 157 മെഡിക്കൽ കോളേജുകളോട് അനുബന്ധിച്ചായിരിക്കും നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുക. അതുപോലെ ആദിവാസി മേഖലയിൽ 748 ഏകലവ്യ മോഡൽ സ്കൂളുകൾ തുടങ്ങും എന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. അടുത്ത 3 വർഷത്തിനിടെ ഇതിനായി 38,800 അധ്യാപകരെ കേന്ദ്രം നിയമിക്കും. യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി രാജ്യത്താകമാനം 30 സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ കേന്ദ്രങ്ങളും 3 വർഷത്തിനുള്ളിൽ സ്ഥാപിക്കും. ലോകോത്തര നിലവാരമുള്ള പുസ്തകങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി
യെസ്, ഗണേഷ് വീണ്ടും നമുക്കൊപ്പം ഉണ്ട് എന്നാണ് കരുതുന്നത്. ഗണേഷ്, ഇതിനപ്പുറത്തേക്ക് സ്വാഭാവികമായി നമുക്ക് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ് ബജറ്റിനെ കുറിച്ച് ഇപ്പോൾ നടത്താൻ കഴിയുന്നത്. ഇതിനപ്പുറം ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ആഴത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് കരുതലാകുന്ന താങ്ങാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് അങ്ങക്ക് ബോധ്യമായിട്ടുണ്ടോ ഈ ബജറ്റിലൂടെ കടന്നുപോയപ്പോൾ? ശ്രീ ഗണേഷ്, ഈ ബജറ്റ് നോക്കി കാണുന്ന സമയത്ത് നമ്മള് ഒരു ജനപ്രിയ ബജറ്റായിട്ട് അല്ല ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബജറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. വെറുതെ കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് അല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകം മുഴുവൻ സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെടാതെ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു. ഒരു മുന്നേറ്റം കൈവരിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് ആമുഖത്തിൽ തന്നെ നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ച 7 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഊർജ്ജ മേഖലകളിൽ യുവാക്കളെ കേന്ദ്രീകരിച്ച് കാർഷിക മേഖല ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള ഈ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും നടത്തിപ്പിലും അതിന്റെ കാര്യങ്ങളിലും ഒക്കെ ഉൾപ്പെടുന്ന 7 കാര്യങ്ങൾ സർവസ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് എന്നത് നമുക്ക് ഈ ബജറ്റിന്റെ ഒരു തുടക്കം നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റെയിൽവേ വികസനം ചരിത്രത്തിലില്ലാത്ത തരത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ തന്നെയുള്ള ഒരു തുകയാണ് ഈ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. കാരണം റെയിൽവേ വികസനം, അതിവേഗത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ, കണക്ടിവിറ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ലോകത്തിലെ വലിയ സംരംഭക രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക, അതിന് വലിയ കണക്ടിവിറ്റി വേണ്ടതുണ്ട്. അതുകൊണ്ട് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ നാഷണൽ ഹൈവേക്കൊക്കെ അനുവദിച്ചിരിക്കുന്ന തുക നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കാലഘട്ടങ്ങളിലും ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള തുക വിലയിരുത്തുന്ന കാര്യത്തിലായി. കാരണം നമുക്കറിയാം, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ചൈന ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇന്ത്യയുമായുള്ള സമീപനം ഏതു തരത്തിലായിരിക്കും എന്ന് സർക്കാരിന് തിരിച്ചറിവുണ്ട്. അപ്പോൾ ഇന്ത്യ ഡിഫൻസ് മേഖലയിൽ പുതിയ ടെക്നോളജി ഏറ്റെടുക്കേണ്ടതുണ്ട്, പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഡിഫൻസ് മേഖലയിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ടിവിറ്റി, റെയിൽവേ ആയാലും റോഡ് വികസനമാണ് എങ്കിലും പിന്നെ ഞാൻ വീണ്ടും ഒരു യുവസംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ യുവാക്കളുടെ വലിയ ഒരു കയ്യടി, അല്ലെങ്കിൽ യുവാക്കളുടെ എത്രമാത്രം ഒരു പരിഗണന ഈ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം നിർമ്മലാ സീതാരാമന്റെ വാക്കുകൾ തന്നെ, യുവാക്കൾക്ക് സ്വപ്നം കാണുവാനും യുവാക്കളുടെ സ്വപ്നങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും സാധിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ആയിരിക്കണം രാജ്യം ഭരിക്കുന്നത്. അത് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഒക്കെ ആ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വലിയ തോതിൽ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായിട്ട് ഇന്ത്യ മാറേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ധാന്യങ്ങളുടെ ഹബ്ബായിട്ട്, ചോളം ഉൾപ്പെടെയുള്ള ധാന്യങ്ങളുടെ ഹബ്ബായിട്ട് രാജ്യം വികസിക്കേണ്ടതുണ്ട്. അത് ആ മേഖലകളിലുള്ള കാര്യങ്ങളും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഏറ്റവും സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം അനുഭവിച്ചിരുന്ന ഒരു സമൂഹത്തെ എത്രമാത്രം കരുതലോട് കൂടിയാണ് ഈ സർക്കാർ ഏറ്റെടുക്കുന്നത് എന്നത് പിന്നോക്ക മേഖലകളിൽ വിലയിരുത്തുന്ന വിഹിതങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ഈ സൗജന്യമായിട്ടുള്ള റേഷൻ കടകൾ വഴിയുള്ള അരിയും ധാന്യങ്ങളും വിതരണം ചെയ്യുന്ന ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആരംഭിച്ച കാര്യം, അത് ഒരു വർഷത്തേക്ക് കൂടി തുടരാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് വലിയ തോതിൽ ഈ എന്താ പറയാ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന കാര്യം തന്നെയാണ്. കാരണം പൂർണ്ണമായിട്ടും കോവിഡിനെ നമുക്ക് ഇല്ലാതാക്കാൻ, ലോകം മുഴുവൻ അതിന്റെ അലയലുകൾ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. അത് വലിയ ചലനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പദ്ധതി, സർക്കാർ സൗജന്യമായിട്ട് റേഷൻ വിതരണം ചെയ്യുന്ന പദ്ധതി, അതൊരു വർഷത്തേക്ക് തുടരാൻ അനുവദിച്ചത് വലിയ തോതിൽ സഹായകരമാകും. അത് എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ഉണ്ട്. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ തുക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വീടില്ലാത്ത ആളുകളുടെ